Hey guys, welcome back. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വെൽക്കം ബാക്കിന് വലിയ ആ ഒരു എപ്പോഴും പറയുന്ന കണക്കുള്ള ആ ഒരു എനർജി ഇല്ല എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായി. കേൾക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമ്മളിന്ന് ഒരു അത്താഴം വ്ളോഗാണ്. ഞാൻ ദുബായിൽ വന്നിട്ട് നമ്മൾ ഖത്തറിലായിരുന്നല്ലോ ഫസ്റ്റത്തെ നോമ്പുകളൊക്കെ. അത്താഴവും ഫസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഖത്തറിലുള്ളതാണ്. ദുബായിൽ വന്നിട്ട് ഇത് 10-15 ദിവസമായി. സത്യം പറയാൻ അത്താഴം കഴിച്ചിട്ടില്ല ഇതുവരെയ്ക്കും. നോമ്പ് തുറ മാത്രമാണ് നടക്കുന്നത്. നോമ്പ് തുറ എന്ന് പറയുമ്പോൾ നോമ്പ് തുറക്കുള്ള കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്താഴത്തേക്ക് ഒന്നും വേണ്ടാതുള്ളൊരു ഫീലാണ്, വയറൊക്കെ നിറഞ്ഞിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വിചാരിച്ചു അത്താഴമാക്കാം. ഇനി കുറച്ച് നോമ്പൊക്കെ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇനിയും അങ്ങോട്ട് പോകെ അത്താഴം കഴിക്കുമെന്നുള്ളത്. ഇന്നത്തെ വ്ളോഗ് ഒരു അത്താഴം വ്ളോഗായിരിക്കട്ടെ. നമ്മൾ ഇപ്പം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ്. ഞാൻ ബൊഫേ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞാൻ ആദ്യപ്പോഴേ പറഞ്ഞ കണക്ക് ഫുഡിന്റെ കാര്യത്തിൽ കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. നോമ്പ് തുറയോട് കൂടി തന്നെ എല്ലാം മതിയാകും. പക്ഷെ ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് നമ്മൾ എന്താ പറയുക, കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അത്താഴം പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇന്ന് സീ ഫുഡാണ്. അപ്പം ഓൾറെഡി ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം കവേർഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇരിക്കുന്നത്. ഒരു എന്താ പറയാ, ഒരു മജ്ലിസ് സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു അപ്പുറത്തെ സൈഡ് ഉള്ളത്. നമ്മളിവിടെ ടേബിളൊക്കെ ഉള്ള ഒരു സൈഡാണ് എടുത്തിരിക്കുന്നത്. തറയിലൊന്നും ഇരിക്കാൻ വയ്യ. നമ്മൾ ഇരുന്ന് കഴിക്കുന്നതും വീഡിയോ എടുക്കണമെന്നോ അപ്പുറം ആരും കാണില്ല. ഫുള്ള് പ്രൈവസിയിലാണ് ഇരിക്കുന്നത്. ഈ ഫുഡ് വരട്ടെ. ഫുഡ് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ എന്തൊക്കെയോ ഓർഡർ ചെയ്ത് വിശപ്പിന്റെ ആ ഒരു ഇതിൽ വന്നതിന് ശേഷം നമുക്ക് കാണാൻ എന്തൊക്കെയാന്നൊക്കെ. സോ അവര് നമുക്കൊരു കോംപ്ലിമെന്ററി സ്റ്റാർട്ടർ കൊണ്ട് തന്നിട്ടുണ്ട്. ഇത് പപ്പടമാണ്. ഇത് എന്തൊരു ചൂടാ. ഇപ്പം അകത്തൊന്നുമില്ല. ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ചട്നിയിൽ മുക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. പപ്പടമൊക്കെ ചുട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു കോൺ ഷേപ്പിൽ അവർ കൊള്ളാം. കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത്. ഏതൊരു ചെറിയ കോൺ നോക്കി തന്നെ എടുത്തിട്ടുണ്ട്. നമുക്കിത് മുക്കി കഴിക്കണ്ട. ഇത് നമുക്ക് ഇതിനകത്ത് ഈ സാധനം ഒഴിച്ച് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇതിൽ ഓട്ട കിടക്ക് ഒഴിച്ച് കഴിക്കാം. നമുക്ക് താഴത്തിനും എല്ലാം പോയി എടുത്ത് മതിയാലും. ഓക്കെ, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ആ ഹോട്ടലൊക്കെ നോക്കി എടുത്തിരുന്നുണ്ടെങ്കിലും അവിടെ പണിപാടിലായിരുന്നു. ഈ കോൺ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന സമയത്ത് അടിയിൽ ഇങ്ങനെ കഴിച്ചു വയ്ക്കില്ല. ആ ഒരു ഫീൽ എനിക്ക് കിട്ടി. പക്ഷെ ഭയങ്കര എരിയാ, മധുരമുള്ളതില്ല. വാ, നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് വേണ്ടത് മാറ്റി വെക്കാം. ഗൈസ്, നമ്മുടെ സീ ഫുഡിന്റെ പ്ലേറ്റർ എത്തിയിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് എന്നുള്ളത് ഇതിന്റെ കൂട്ടത്തിൽ ലോബ്സ്റ്റർ ആണ് കേട്ടോ. ലോബ്സ്റ്റർ എനിക്ക് ഇങ്ങനെ മിക്സ്ഡ് ഗ്രില്ലിന്റെ കൂടെ കഴിക്കണമെന്നൊന്നുമില്ല. സെപ്പറേറ്റ് ഇത് മാത്രമായിട്ട് വാങ്ങിച്ച് കഴിക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇതിന്റെ കൂടെ വന്നിട്ടുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കഴിക്കാന്ന് കരുതി. ഇത് വന്നിട്ട് പ്രൗൺസ് ആണ്, സാൽമൺ ആണിത്. പിന്നെ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് കല്ലുമ്മക്കായ 2 സോസിലായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്ക്വിഡ് ആണ്. സ്ക്വിഡിന്റെ എന്തോ ഒരു ഐറ്റം ആണ്. ലോബ്സ്റ്ററിന്റെ മീറ്റ് വന്നിട്ട് ഇതിന്റെ ഉള്ളിലായിരിക്കുന്നത്. എനിക്ക് ഭയങ്കര കണ്ടിട്ട് കൊതി വരുന്നുണ്ട്. കഴിക്കാനുള്ളൊരു കൊതിയും പരവേശവും ഒക്കെയാണ് ഈ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് കുലുങ്ങുന്നത്. ഇതെന്താണോ എന്തോ, ഒന്നുമില്ല, മരിച്ചിനെയാണ് കേട്ടോ. പിന്നെ ഒരു ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ബിരിയാണി അല്ല, ബിരിയാണി റൈസ് ആണിത്. പിന്നെ ഹമ്മൂസും അതിന്റെ കൂടെ കിട്ടുന്നതാണ് ഈ ബ്രെഡ്. ഗാർലിക് ബ്രെഡും ഗാർലിക് നാനും നോർമൽ നാനും ആണിത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഓരോന്നിൻ്റെയും ടേസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കട്ടെ. സോ ഫസ്റ്റിൽ നമുക്ക് കല്ലുമ്മക്കായ ട്രൈ ചെയ്യാം. കാരണം ബാക്കിയുള്ളത് കഴിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കളയണ്ടല്ലോ. മസാല ഉള്ള തന്നെ എടുത്തു. വൈറ്റ് ക്രീമിൻ്റെ നമുക്ക് പിന്നെ കഴിക്കാം. പറയാൻ പറ്റുന്നില്ല, ഇറക്കിയിട്ട് പറയാം. ആക്ച്വലി ഈ കല്ലുമ്മക്കായ വന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സോസ് ഇട്ടിട്ടാണ് ഈ പ്ലേറ്റിനുള്ളിൽ വെച്ചിരിക്കുന്നത്. ഈ സാധനം ഒരു രക്ഷയല്ല കേട്ടോ. സ്പൈസി ഒന്നുമല്ല, നോർമലാണ്. ഇനി ഈ വൈറ്റ് സോസിൻ്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വരുന്നില്ല കേട്ടോ. കല്ലുമ്മക്കായ ഓക്കെയാണ്. പക്ഷേ ഈ വൈറ്റ് സോസ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. കല്ലുമ്മക്കായ ചുമ്മാ തന്നാലും എന്തെങ്കിലും കലക്കി തന്നാലും മണ്ണിട്ട് തന്നാലും ഞാൻ കഴിക്കും. ഞാൻ വൈറ്റ് സോസ് എനിക്ക് അത്ര പിടിച്ചില്ല. ഈ സോസ് ഇല്ലാണ്ടത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നാണ്. സാൽമൺ ഇതിൻ്റെ ഐ എം സോ സോറി ഗൈസ്. ആക്ച്വലി ഇത് വന്നിട്ട് സ്ക്വിഡാണ്, സാൽമൺ അല്ല. നമ്മൾ ഇതിൻ്റെ കൂടെ ഈ പ്ലേറ്ററിൽ സാൽമൺ ഉണ്ടായിരുന്നു, അത് ചേഞ്ച് ആക്കിയിട്ടാണ് നമ്മൾ മസിൽസ് ആക്കിയത്. ഈ കല്ലുമ്മക്കായ ആക്കിയത്. അതിന് പകരം ഈ സാധനം വന്നിട്ട് സ്ക്വിഡാണ്. അപ്പോൾ ഇതെന്താ കഴിച്ചു കൂടാ.
സാധനം പൊളിച്ചു കിട്ടാം. നന്നായില്ല. സോ ഈ സാധനം എന്താണെന്നുള്ള എനിക്ക് മനസ്സിലായില്ല. എന്തോ മാവിലിട്ടിട്ട് മുക്കിയിട്ട് പൊരിച്ചെടുത്തിട്ടുള്ളൊരു സാധനമാണ്. ആക്ച്വലി ഇതിൻ്റെ സോസ് വന്നിട്ട് ഡൈനമൈറ്റ് സോസാണ്. ബട്ട് ഇത് നോക്കാം. ആക്ച്വലി ലോബ്സ്റ്റർ. എൻ്റെ പൊന്നെ, കിങ് ഓഫ് ദ കിങ്. ഞാൻ പ്രോൺസ് കഴിച്ചിട്ടില്ല, പക്ഷെ ഒരു വെറൈറ്റി മസാല കേട്ടോ. ഡൈനമൈറ്റ്സിന്റെ ആ ഒരു എന്താ പറയാ, നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഡൈനമൈറ്റ്സ് കഴിച്ചിട്ടുണ്ടാവും, പ്രോൺസിൽ കഴിച്ചിട്ടുണ്ടാവും. ഈ ഒരു സാധനം ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടാ. അത് നോക്കിക്കേ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇന്നത്തെ അത്താഴം ഭയങ്കര ഗ്രാൻഡായിട്ടുണ്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ കഴിച്ചിട്ട് വാവ് സൂപ്പർ എന്ന് പറഞ്ഞതിനേക്കാളും ഫാർ ബെറ്റർ ആണ്. എത്ര പറഞ്ഞ അതിനേക്കാളൊക്കെ ഒരു 100 ഇരട്ടി ടേസ്റ്റ് ഉണ്ട്. എനിക്കത് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാം. ഈ ലോബ്സ്റ്ററിന് ഇത്രയധികം ടേസ്റ്റ് ഉണ്ടെന്ന് ഈ ഡൈനമൈറ്റ്സ് സോസിൽ ഞാൻ ഇതുവരെ കഴിച്ചില്ല. ഞാൻ 1-2 തവണ ലോബ്സ്റ്റർ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഗ്രില്ലായിട്ട് മാത്രമാണ് കഴിച്ചത്. അല്ലെങ്കിൽ മസാല കാര്യങ്ങളൊന്നും അധികം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു ഗാർലിക് ടൈപ്പ് അങ്ങനെ വന്നത്. ഇത് എനിക്ക് ചെറുതൂടെ കഴിക്കാം. ബിരിയാണി റൈസ് നല്ല ചൂടോടെ ഇരിപ്പുണ്ട്. എന്തിനൂടെ കഴിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഗ്രിൽഡ് ആണല്ലോ. അപ്പം എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വിചാരിക്കുന്നത് ഈ പ്രോൺസിനൂടെ കഴിക്കാനാണ്. കാരണം നമ്മൾ പ്രോൺസ് തൊട്ടിട്ടില്ല. പ്രോൺസിനൂടെ അയ്യമ്മ പോയി കിടക്കാം. മയണൈസ് ഉണ്ട്. ഞങ്ങൾക്ക് ഇച്ചിരി മയണൈസ് എടുക്കാം അല്ലേ ഇതിൻ്റെ കൂടെ. ഞാൻ റിവ്യൂ പറയുന്നതൊക്കെ ഉണ്ടല്ലേ ഓരോ ഫുഡിനെ കുറിച്ചിട്ട്. സംഭവം അത്താഴം കഴിക്കാൻ വന്നൊക്കെ തന്നെ. എന്നാലും ഫുഡ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതല്ലേ, അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു പൊലിപ്പ് നമ്മൾ കാണിക്കണമല്ലോ വീഡിയോയിൽ. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. എന്ത് ഇത്ര ടേസ്റ്റ് ഇതിനൊക്കെ. നല്ല വിശന്നിട്ട് വന്ന് കഴിക്കുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉണ്ടോ ആക്ച്വലി ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിലെ നെയ്ച്ചോറിൻ്റെ മണം ബിരിയാണിയൊന്നും ഫീൽ ചെയ്യുന്നില്ല. നെച്ചോറില്ലേ, നെച്ചോറ് ദമ്മ് പൊട്ടിക്കുമ്പോഴാ അത്. ഫാനുണ്ടോ? ഫാനായി റെസ്റ്റോറൻറ്റിൻ്റെ ഫാനായി. പതിവിലും വ്യത്യസ്തമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു സീ ഫുഡ് കഴിക്കുന്നത്. നോർമലി നമ്മൾ കഴിക്കാറുള്ളതൊക്കെ വീഡിയോയിൽ ഞാൻ അത്യാവശ്യത്തിലധികം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വെറൈറ്റിയാണ്, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്താലോ ഇതിനൂടെ. കഴിച്ചോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ചുമ്മാ കഴിക്കാൻ കൊള്ളായിരുന്നു. കോമ്പിനേഷൻ ഉണ്ടോ നോക്കട്ടെ. കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ. അത്താഴം എന്നൊക്കെ പറയുമ്പോൾ ഒരു ചോറൊക്കെ ആയിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടാവുക. ചോറ് തന്നെ കഴിച്ചു, ചോറ് തന്നെ ചടി ഇരിക്കണ ചോറാ. ഞാൻ അടിയിൽ നിന്ന് കോരാത്തോണ്ട് മസാല അടിയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ബിരിയാണി റൈസ് അല്ലേ. പക്ഷെ ഈ മസാല കൂട്ടി ഞാനൊന്ന് കഴിച്ചു നോക്കി. എനിക്ക് കാര്യമായിട്ട് ഇതിന്റെ മസാല ഇഷ്ടപ്പെട്ടില്ല. ഒരു മടിപ്പ് വരുന്ന മറുപടിയുമ. ആക്ച്വലി നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വയറും നിറയില്ല. ആ ഒരു ഫീലാണ് ഈ മസാലയിൽ തോന്നുന്നത്. ആ ഒരു കൊഴുവെടുപ്പ് നോക്കിക്കേ. ഞാൻ മയ്യക്ക് കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു. എന്തിനായിരുന്നു എന്റെ പ്ലേറ്റ് തട്ടിയത്? ഇത് വേണ്ട ഗൈസ്, നമുക്കിത് വേണ്ട. നമുക്ക് ഈ കൊഞ്ചും ഈ ചോറും ഇത് മതി നമുക്ക്. ഞാൻ കഴിക്കെ നമ്മുടെ പ്ലേറ്ററിനത് നോക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാ ബാലൻസ് ഉള്ളതെന്ന്. കല്ലുമ്മക്കായ സുരക്ഷിതമാണല്ലോ അല്ലേ. ഇതിനകത്ത് എന്താ നമുക്ക് നോക്കാം കേട്ടോ. ഒന്നുമില്ല, വെറും ഇതിന്റെ മസാലയാണ്, സോസാണ്.
നമ്മൾ ഈ ഫുഡിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എല്ലാവരുടെ ഒരു വിചാരമുണ്ട് നമ്മൾ ഈ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ അങ്ങ് തിന്ന് തീർക്കുവാണ്, നമ്മൾ ഭയങ്കര ഫുഡിയാണ്, ഭയങ്കര കഴിക്കുന്ന ആളാണ് എന്നൊക്കെ ഉള്ളത്. എന്നാൽ അങ്ങനെയല്ല എന്റെ റിയാലിറ്റി. നമ്മൾ ഓർഡർ ചെയ്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. ഈ പ്ലേറ്റർ വലിയ അങ്ങോട്ട് വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമൊന്നുമല്ല കേട്ടോ, ചെറിയൊരു പ്ലേറ്ററാണ്, 2 പേർക്കുള്ള പ്ലേറ്ററാണ്. പിന്നെ നമ്മള് ബിരിയാണി റൈസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ നാന് നമുക്ക് ഇതിന്റെ കൂടെ, ഈ പ്ലേറ്റിന്റെ കൂടെ കിട്ടുന്നത്, ഇതൊന്നും നമ്മൾ തൊട്ടിട്ടും പോലും ഇല്ല. എപ്പോഴും നമ്മൾ കഴിക്കുന്ന മാത്രമല്ലേ കാണിക്കാറുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തൊക്കെ കഴിച്ചില്ലാന്ന് കൂടെ കാണിക്കാന്ന്. ഇതാണ് ആക്ച്വലി റിയാലിറ്റി. ടേബിളിൽ വരുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ കഴിക്കണമെന്നില്ല. ഇതിപ്പോ എനിക്ക് ആരോ പറഞ്ഞിട്ട് പൊള്ളിയിട്ടാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി പൊള്ളിയിട്ടാണ്. കാരണം ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, നോമ്പായിട്ട് ഇങ്ങനെ കുറെ കഴിച്ച് എന്താ പറയാ, അത് തന്നെ അങ്ങനെ ആയി എന്നൊക്കെ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു. ഞാൻ നല്ല തടിച്ച് ഉണ്ടപ്പാറുമായി നല്ല പുട്ടുറുമീസായെന്നൊക്കെ. ആക്ച്വലി നമ്മൾ കഴിച്ചിട്ടല്ല തടി കൂടുന്നത്. തടി എന്ന് പറഞ്ഞ സാധനം ഫുഡ് കഴിക്കുന്നതുകൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ല. ഹോർമോണിന് ഇംബാലൻസ് ഉണ്ടാകും, ചിലപ്പോൾ ഇൻഫ്ലമേറ്ററി ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കുടുംബപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീനിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അത് വെച്ചിട്ട് ആരും അങ്ങനെ കളിയാക്കരുത് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് നല്ല ബൂസ്റ്റ് കണക്ക് ആയി എന്നുള്ളതാണ്. അതെനിക്ക് പറയണമെന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ സുഹൂർ ഇവിടെ കഴിഞ്ഞു. ഇതിനപ്പുറം ഇനി ഒരു വെള്ളം കുടിക്കാനുള്ള, സത്യം പറഞ്ഞതാണ്ട് വെള്ളത്തിന്റെ ബോട്ടിലാണ്, പൊട്ടിച്ചിട്ട് പോലും കുടിക്കാനാണ് വെച്ചത്. എനിക്ക് വയറിഞ്ഞു, ആ വെച്ചിട്ട് കഴിച്ചോളൂ. ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഗായ്സ്, അത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ വീട്ടിൽ വിളിച്ചപ്പോഴും പറഞ്ഞു സുഹൂറിന്റെ വീഡിയോയുടെ, ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞു എനിക്കൊന്നും ബോധമില്ല ഗൈസ് ഞാൻ എന്താണ് വീഡിയോയിൽ പറഞ്ഞെന്നുള്ളത് സത്യം പറയുകയാണെങ്കിൽ. അപ്പൊ ഞാൻ സുഹൂറിന്റെ വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഏതെങ്കിലും വീഡിയോയിൽ കാണാം ഗൈസ്. ഇത് ചിലപ്പോൾ എന്തായാലും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആൻഡ് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്, അതൊക്കെ നമുക്ക് വഴിയുള്ള വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.